ഇതൊന്ന് വായിച്ചേട്ടെ. അംഗനവാടി ജീവനക്കാർ വായിച്ചേട്ടെ. എന്താ പ്രശ്നം? എന്താ രാമേന്ദ്ര പ്രശ്നം? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ഇതൊന്ന് വായിച്ചു നോക്കിയേട്ടെ. 2000 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രം 2021 തൊഴിൽ നയം 891 ഒന്ന് വായിക്കാമോ? അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. പ്രകടന പത്രിക നിങ്ങൾ 2021 കണ്ടതല്ലേ? അതിപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം. ഞാൻ പ്രകടന പത്രികയിൽ പറഞ്ഞത് LDF ചെയ്യും. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇങ്ങനെ ഒരു കള്ളൻ, കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. ഇതൊന്ന് വായിച്ചേട്ടെ. അംഗനവാടി ജീവനക്കാർ വായിച്ചേട്ടെ. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. A few moments later. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണിത്? പ്രകടന പത്രികയിലെ സാമൂഹ്യ സുരക്ഷ അതെ, ഇത് പോളിസിയും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഞാനൊന്ന് പറയട്ടെ. അല്ല, ഇതിൽ പറയട്ടെ. അല്ല, അതിനകത്ത് ശേഷമുള്ള അനുബന്ധം എന്നാണ് വായിക്കാനെന്ന് പറയൂ. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? കാരണം സിപിഎമ്മിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സാമൂഹ്യ പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അതിനകത്ത് അനുബന്ധം ഇനം 890 എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഒരു കാര്യം. ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് സിപിഎമ്മിന്റെ വെബ്സൈറ്റ് ആണ്. നോക്കൂ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ കൊടുക്കുന്ന വാർത്താക്കുറിപ്പ് പോലെ വ്യാജമായിരിക്കാം. ഇത് നോക്കൂ. ഇത് നോക്കൂ. Kerala.org. നിങ്ങൾ എന്താ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഇത് വളരെ കഷ്ടമാണ് കേട്ടോ. ഇത് വളരെ കഷ്ടമാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. ഇതിനകത്ത് ഇങ്ങനെയാണ് കിടക്കുന്നത്. നിങ്ങൾ ഇതാണ് നിങ്ങൾ ഉൾപ്പെടെ ഞാൻ ഉണ്ടാക്കിയ രേഖയല്ലേ ഇത്? ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കണേ? ഈ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോ. ഞാൻ സത്യമാണ് പറഞ്ഞത്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പോ ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ.